നമസ്കാരം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF 20-ൽ 19 സീറ്റും നേടുമെന്ന് ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ പോലും നനച്ചിരുന്നില്ല. UDFന് മുൻതൂക്കമുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും 20-ൽ 19 സീറ്റും എന്നത് സകലരെയും ഞെട്ടിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? 2014 മുതൽ 19 വരെ രാജ്യം ഭരിച്ച മോദിയെ ഭരണത്തിൽ നിന്നും ഇറക്കിവിടണം എന്ന സംസ്ഥാനത്തെ മുസ്ലിം വോട്ടർമാരുടെ വാശിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. സമാനമായ ഒരു മുസ്ലിം ധ്രുവീകരണമാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ കൂട്ടുപിടിച്ച് മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം പയറ്റിയ പിണറായിക്കെതിരെ അതിശക്തമായ മുസ്ലിം ധ്രുവീകരണം സംസ്ഥാന വ്യാപകമായി സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ചലനം സംഭവിച്ചിരിക്കുന്നത് മലബാറിലാണ്. കാസർഗോഡ് മുതൽ കൊല്ലം വരെ ഈ കാറ്റ് ആഞ്ഞു വീശി എന്നതാണ് വാസ്തവം. ഈ കൊടുങ്കാറ്റ് ഏശാതെ പോയിരിക്കുന്നത് 3 ജില്ലകളിൽ മാത്രമാണ്: തിരുവനന്തപുരവും തൃശ്ശൂരും പാലക്കാടും. എന്നാൽ ഇവിടങ്ങളിലും UDF സ്ഥിതി മെച്ചപ്പെടുത്തും. അതിശക്തമായ UDF തരംഗത്തിൽ മലബാറിലെ LDF വൃത്തങ്ങൾ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ CPMന്റെ പല കോട്ടകളും തകർന്നടിയും എന്ന് അവർ ഉറപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ പേരാമ്പ്രയും തൃക്കരിപ്പൂരും അടക്കം CPMന് ഒരിക്കലും തോൽക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ പോലും ഇക്കുറി തോൽവി ഉറപ്പാണ് എന്നാണ് സൂചന. ഏത് പ്രതികൂല സാഹചര്യത്തിലും CPM ജയിക്കുമെന്ന് കരുതുന്ന മലബാറിലെ 3 മണ്ഡലങ്ങളും ശൈലജ ടീച്ചറിനെ ഇറക്കിയത് കൊണ്ട് ജയമുറപ്പെന്ന് വിശ്വസിക്കുന്ന പേരാവൂരും സംഭവിക്കുന്നത് എന്തെന്ന് നമുക്ക് പരിശോധിക്കാം. പേരാവൂരിൽ ശൈലജ ടീച്ചറും സണ്ണി ജോസഫും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ശൈലജ ടീച്ചർ ബഹുദൂരം പിന്നിലാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും UDF ആണ് ജയിക്കുന്നത്. ശൈലജ ടീച്ചർ പണ്ട് പേരാവൂർ ജയിച്ചിട്ടുള്ളത് മണ്ഡലത്തിൻ്റെ സ്വഭാവം മാറുന്നതിന് മുമ്പാണ്. 2008 മണ്ഡല പുനർവിഭജനത്തോടെ പേരാവൂരിന് UDF സ്വഭാവം കൈവന്നു. അങ്ങനെയാണ് 2011 ശൈലജ ടീച്ചർ പേരാവൂരിൽ തോൽക്കുന്നത്. KPCC പ്രസിഡന്റ് കൂടിയായ പേരാവൂരുകാരുടെ പ്രിയപ്പെട്ട സണ്ണി വക്കീൽ ഇക്കുറി ജയിച്ചാൽ മന്ത്രിയാണെന്ന കാര്യത്തിൽ പേരാവൂരുകാർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ സണ്ണി വക്കീലിന് അനുകൂലമാണ് പേരാവൂരിലെ സ്ഥിതി. യാതൊരു വിധത്തിലുള്ള സംശയവുമില്ലാതെ പേരാവൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമല്ല, ബഹുദൂരം സണ്ണി ജോസഫ് മുമ്പിലാണ്. CPMന്റെ ഏറ്റവും പ്രമുഖ വനിതാ നേതാവായ KK ശൈലജ വളരെയേറെ പിന്നിലാണ്. CPIM ഏതു സാഹചര്യത്തിലും വിജയിക്കുമെന്ന് കരുതുന്ന ബേപ്പൂരിൽ അവരുടെ കണക്കുകൂട്ടലുകൾ ഇക്കുറിയും പിഴയ്ക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ. PV അൻവർ ശക്തമായ മത്സരം കാഴ്ചവെച്ച് രംഗത്തുണ്ടെങ്കിലും മുഹമ്മദ് റിയാസിനെ അട്ടിമറിക്കാൻ അവർക്ക് കഴിഞ്ഞേക്കില്ല. മുസ്ലിം സമൂഹത്തിനിടയിൽ കടുത്ത പിണറായി വിരോധവും CPM വിരോധവും ഇപ്പോഴുണ്ടെങ്കിലും ബേപ്പൂരിൽ അവർ CPMനെ കൈവിടില്ല എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, MLA എന്ന നിലയിലും ബേപ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് മുഹമ്മദ് റിയാസ് ഇക്കുറിയും വലിയ മുന്നേറ്റം നടത്തും. ബേപ്പൂരിൽ വലിയ മത്സരം കാഴ്ചവെക്കാൻ പോലും PV അൻവറിന് കഴിഞ്ഞിട്ടില്ല. അൻവറിനെ കാത്തിരിക്കുന്നത് തോൽവിയാണ്. മുഹമ്മദ് റിയാസ് തന്നെയായിരിക്കും ബേപ്പൂരിൽ ജയിക്കുന്നത് എന്ന് തീർച്ച. തൃക്കരിപ്പൂരിൽ UDFന്റെ സാധ്യതയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ സാഹചര്യത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. തൃക്കരിപ്പൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. CPMന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികൾ ആര് ജയിക്കും എന്നറിയാത്ത വിധത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്നു. നേരിയ മുൻതൂക്കം UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർക്കാണ്. സന്ദീപ് വാര്യർ വിജയിക്കുമെന്ന് തറപ്പിച്ച് പറയാൻ കഴിയുന്ന സാഹചര്യം തൃക്കരിപ്പൂരിലില്ല. പക്ഷേ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർക്ക് വിജയിക്കാം. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ നേരിയ മുൻതൂക്കം മാത്രമാണ് സന്ദീപ് വാര്യർക്കുള്ളത്. എന്നിരുന്നാലും CPMന് അത് വലിയ ആഘാതമാകുമെന്ന് തീർച്ച. ഇത്തരത്തിൽ CPMനെ ഞെട്ടിക്കുന്ന മറ്റൊരു ട്രെൻഡാണ് തളിപ്പറമ്പിലുള്ളത്. CPM ഒരിക്കലും തോൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലമല്ല തളിപ്പറമ്പ്. 2016 ജെയിംസ് മാത്യു മത്സരിച്ചപ്പോൾ ജയിച്ചത് ഏതാണ്ട് 50,000 വോട്ടുകൾക്കാണ്. 2021 CPM സെക്രട്ടറിയായ MV ഗോവിന്ദൻ മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം പകുതിയായി കുറഞ്ഞു. എന്നാൽ ഇക്കുറി ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള മത്സരിക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് തളിപ്പറമ്പിൽ സംഭവിക്കുന്നത്. CPIMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന TK ഗോവിന്ദനും PK ശ്യാമളയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ ആര് ജയിക്കും എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമില്ലെങ്കിലും നേരിയ മുൻതൂക്കം UDFന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന മുൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദന് തന്നെയാണ്. ആർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പുറത്തു പറയാത്ത പാർട്ടിക്കാർ നിശബ്ദ വിപ്ലവത്തിന്റെ ഭാഗമായി
ഗോവിന്ദന് വോട്ട് ചെയ്യും എന്ന് കണക്കാക്കപ്പെടുകയാണ് പലരും. സർവേയിലടക്കം പുറത്തൊക്കെ ഇവർ പറയുന്നത് ശ്യാമളയ്ക്ക് വോട്ട് ചെയ്യുമെന്നാണ്. അവർ പരസ്യമായി ശ്യാമളയ്ക്ക് വേണ്ടി പ്രചരണം നടത്തുന്നു. എന്നാൽ കണ്ണൂരിലെ CPM-നെ ഗ്രസിച്ചിരിക്കുന്ന സ്വജനപക്ഷപാതത്തിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ ഇക്കുറി ശ്യാമളയെ തോൽപ്പിക്കണമെന്ന് വാശിയുള്ള സഖാക്കൾ രഹസ്യമായി TK ഗോവിന്ദന് വോട്ട് ചെയ്യും. ഗോവിന്ദൻ ശ്യാമളയേക്കാൾ പാർട്ടിക്കാർക്കിടയിൽ സുപരിചിതനാണ് എന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ നേരിയ മുൻതൂക്കം ഒരുപക്ഷെ വിജയമായി മാറാം. തൃക്കരിപ്പൂര് പോലെ തന്നെ തളിപ്പറമ്പിലും അവസാന നിമിഷം കുറച്ച് വോട്ടുകൾക്കെങ്കിലും വിജയിക്കുന്നത് UDF സ്ഥാനാർത്ഥി ആവുമെന്ന് തന്നെയാണ് റിപ്പോർട്ട്. കാസർഗോഡ് 5 സീറ്റിൽ കാഞ്ഞങ്ങാട് മാത്രമാണ് LDF-ന് ഉറപ്പുള്ളത്. കാസർഗോഡും മഞ്ചേശ്വരവും UDF ഉറപ്പിച്ചിരിക്കുന്നു. ഉദുമയിൽ UDF-ന് തന്നെയാണ് വിജയസാധ്യത. തൃക്കരിപ്പൂരിൽ നേരിയ വോട്ടുകൾക്ക് UDF ജയിച്ചേക്കുമെന്ന് കണക്കാക്കുന്നു. എന്ന് വെച്ചാൽ കാസർഗോഡിലെ 5 സീറ്റിൽ 4 ഇക്കുറി UDF നേടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. 3 UDF-ന് ഉറപ്പാണെന്നാണ് റിപ്പോർട്ടുകൾ. കണ്ണൂരിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. നിലവിൽ കണ്ണൂരിൽ UDF-ന് അനുകൂലമായുള്ളത് പേരാവൂരും ഇരിക്കൂറും മാത്രമാണ്. പേരാവൂരിനും ഇരിക്കൂറിനുമൊപ്പം കണ്ണൂരും അഴീക്കോടും കൂത്തുപറമ്പും തളിപ്പറമ്പുമൊക്കെ UDF ജയിക്കുമെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. മലപ്പുറത്ത് ഇക്കുറി 1 സീറ്റ് പോലും LDF നേടിയേക്കില്ല എന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ട് പറയുന്നത്. ആദ്യമൊക്കെ കേട്ടിരുന്നത് തവനൂരിൽ VS ജോയ് തോൽക്കുമെന്നാണ്. എന്നാൽ വോട്ടെടുപ്പിന് ശേഷം അവസാന റിപ്പോർട്ട് നോക്കുമ്പോൾ മലപ്പുറത്തെ 16 സീറ്റുകളും, അതായത് പൊന്നാനിയും തവനൂരും തിരൂരും അടക്കം 16 സീറ്റുകളും UDF-ന് തന്നെയാവുമെന്ന് വ്യക്തമായ സൂചന പുറത്തു വരുന്നു. കോഴിക്കോട്ടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. കോഴിക്കോട് നിലവിൽ വടകരയും കൊടുവള്ളിയും മാത്രമാണ് UDF-നുള്ളത്. കോഴിക്കോട്ടെ ആകെയുള്ള 13 സീറ്റിൽ ബേപ്പൂരും ബാലുശ്ശേരിയും ഏലത്തൂരും ഒഴികെ ബാക്കി 10 സീറ്റുകളും ഇക്കുറി UDF നേടിയേക്കുമെന്നാണ് അവസാന നിമിഷ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൊടുവള്ളി, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, കുന്നമംഗലം, കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര, കൊയിലാണ്ടി, തിരുവമ്പാടി, വടകര എന്നിവയാണ് ഈ സീറ്റുകൾ. തിരുവമ്പാടിയിൽ LDF ജയിച്ചേക്കുമെന്നായിരുന്നു അവസാന നിമിഷം റിപ്പോർട്ടുകളെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് 13-ൽ 10 സീറ്റും UDF വിജയിക്കുമെന്നാണ്. വയനാട്ടിലെ 3 സീറ്റുകളും UDF-ന് തന്നെയാണ്. മന്ത്രി OR കേളു അടക്കമുള്ളവർ തോൽക്കുമെന്നാണ് റിപ്പോർട്ട്. ചുരുക്കി പറഞ്ഞാൽ ഉത്തര കേരളത്തിലെ CPM കോട്ടകളെല്ലാം തകർന്നടിയും. UDF മൃഗീയ ഭൂരിപക്ഷത്തിൽ മുന്നേറ്റം നടത്തും.